വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ പെരുന്നാളിൻ്റെ തലേന്ന് ലാസ്റ്റത്തെ നോമ്പിൻ്റെയും അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പെരുന്നാളിലേക്ക് റെഡിയാക്കാനുള്ള പത്തിരിയൊക്കെ ഒന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളെ എന്തായാലും പെരുന്നാളാണ്, നമുക്ക് 30 നോമ്പുണ്ടായിരുന്നു. അപ്പം എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് നിസ്കരിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ. അങ്ങനെ കരുതിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അപ്പം പത്തിരി യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിനാണെങ്കിൽ ഒരു ഗ്ലാസ് പൊടിയിടുക, അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ വെള്ളം എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് പൊടിയിടുക. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാവേ, അരിപ്പൊടി. അപ്പോൾ അതാ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അളന്ന് വെച്ചിരുന്ന ആ ഒരു അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടൂല. അപ്പം ഇതേപോലെ കുറച്ച് ഇട്ട് എന്നിട്ട് അത് നന്നായി ഇളക്കുക. അങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കുക അരിപ്പൊടികളെല്ലാം. പിന്നെ ഞാൻ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മെഷർമെൻ്റ് ഒരു മിക്സിയുടെ ഒരു ജാറിലാണ് മെഷർമെൻ്റ് എടുത്തത് വെള്ളത്തിൻ്റെ, അതുകൊണ്ട് തന്നെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്ത് കൊഴുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാക്കിയിട്ട് ഇത് അടച്ചു വെക്കാനാണ്. അപ്പം ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഇതൊക്കെ മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നല്ല ചൂടോടെ തന്നെ ഇത് അടച്ചു വെക്കണം, എന്നാലേ നമുക്ക് നല്ലതായിട്ട് പത്തിരി കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പത്തിരിയുടെ ഏകദേശം പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് ഇനി അടുത്ത സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചു. എന്നിട്ട് അത് മാറ്റി ഞാൻ അടുത്ത നമ്മുടെ കിച്ചണിൽ ചെറിയൊരു സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഹാളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, ഹാളിലെ ടേബിളിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി ഞാൻ വിചാരിക്കുന്നു അപ്പവും കൂടി റെഡിയാക്കാം. അപ്പവും പത്തിരിയും ഈസിയല്ലേ നമുക്ക് ഉണ്ടാക്കാൻ. അപ്പം ഞാനങ്ങനെ അപ്പത്തിന് മാവ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടല്ല അപ്പം ഞാൻ അരയ്ക്കുന്നത്. മിക്കവാറും ഞാൻ അരിപ്പൊടി, അതായത് പാലപ്പപ്പൊടി ഉണ്ടാവും, അത് ഞാൻ മെഷർമെൻ്റ് അളന്ന് അതിനനുസരിച്ച് കുറച്ച് ലൂക്ക് വാം വാട്ടറൊക്കെ തിളപ്പിച്ച് അതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഈ പാലപ്പം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ അരി കുതിർത്ത് വെച്ച് അരച്ച് ഉണ്ടാക്കുന്ന അപ്പത്തിനെക്കാട്ടിയും ഭയങ്കര ടേസ്റ്റുമാണ്, വളരെ എളുപ്പമാണ്. അരിയൊന്നും നമുക്ക് കുതിർക്കണ്ട, അതുപോലെ തന്നെ ഒന്നും ചെയ്യണ്ട. ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു റെസിപ്പി വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പം ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം എത്ര അളവും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോയിൽ. അപ്പം ഇങ്ങനെ എടുത്ത് പൊടിയെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ ഒരു നുള്ള് സോഡാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അളവുണ്ട് വെള്ളത്തിന്, ആ അളവനുസരിച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്ത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും, ഒരുപാട് തിളയ്ക്കേണ്ട, ഒരു ലൂക്ക് വാം വാട്ടർ ഒന്ന് ചൂടായാൽ മതി. ആ വെള്ളം ഒഴിച്ച് വേണം മിക്സിക്കകത്തിട്ട് നന്നായിട്ട് ആ പൊടി ഒന്ന് അരച്ചെടുക്കാൻ. അപ്പം വെള്ളം തിളച്ച് വരട്ടെ, ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിടി, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. ഈ വെള്ളം നമ്മൾ അളന്നെടുത്തതുകൊണ്ട് അത് മൊത്തം തന്നെ നമുക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കുറേ നേരം അടിച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് അടിച്ചെടുക്കണം, എന്നാലേ ഇത് നല്ലൊരു ടേസ്റ്റായിട്ട് വരുള്ളൂ. ഈ ഒരു സമയത്ത് ഞാൻ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ.
എന്നിട്ട് നമുക്കിനി ഓഫാക്കാം. എന്നിട്ട് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അനക്കാനേ പാടില്ല, അതൊരു സൈഡിലേക്ക് തന്നെ മാറ്റി വെക്കണം. പിന്നെ വെള്ളം ഒഴിക്കേണ്ട, ഇത് കറക്റ്റാണ്. ഇത് കുറച്ചുകൂടി തിക്കായി വരും. ഈ മാവ് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ മാവ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് അപ്പത്തിന് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിത് തലേന്ന് അരച്ചാൽ രാവിലെ എടുക്കാറുണ്ട്, പിറ്റേന്ന് രാവിലെ എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോഴാണ് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കില്ല. ഇതേപോലെ അടച്ച് മാറ്റി അങ്ങ് വെച്ചേക്കും. നമുക്ക് പത്തിരി ഒന്ന് കുഴച്ചെടുക്കാം. കാരണം ഇനി പത്തിരിയുടെ പരിപാടി എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പത്തിരിയുടെ മാവെല്ലാം ഞാൻ ഒരു വലിയൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് ചൂടോടെ തന്നെ അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പെരുന്നാളിന് തലേന്ന് നല്ല രസമായിരുന്നു ഇവിടെ. അപ്പം നമുക്ക് 30 നോമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് നോമ്പിൻ്റെ അതായത് പെരുന്നാളിൻ്റെ തലേന്നാണ് ഇതാക്കുന്നത്. അപ്പം 30ാമത്തെ നോമ്പിൻ്റെ അന്നാണ്. അപ്പം പെരുന്നാളിൻ്റെ തിരക്കും നോമ്പിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടെ നല്ല തിരക്കായിരുന്നു. എനിക്ക് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെപ്പാടൊരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തതാണ്. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം ഈ തിരക്കുകളൊക്കെ കാരണം എനിക്ക് വീഡിയോസ് എടുക്കാനും അത് എഡിറ്റ് ചെയ്തിടാനും ഒക്കെ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം. പിന്നെ ഞാനിപ്പം നമ്മുടെ പത്തിരിയുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയ സ്നാക്സാണ് കേട്ടോ. അത് പൊട്ടറ്റോ ബജിയാണ്. പിന്നെ ഇത് ഞാൻ മൊസറല്ല ചീസൊക്കെ വെച്ചിട്ട് ചിക്കനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു പക്കോടയാണ്. പിന്നെ ഐസ്ക്രീം, ജ്യൂസ്, പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്, കാരണം നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രൂട്ട്സും എല്ലാ കാര്യങ്ങളുണ്ട്. ഇത് അരീസ, ഇത് നമുക്ക് അപ്പുറത്തുനിന്ന് തന്നതാണ്, നെയ്ബർ തന്നതാണ്. ഇത് മറ്റേ നമ്മുടെ പക്കോടയാണ്, ഓനിയൻ പക്കോട. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും റെസിപ്പി എടുക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാ സെപ്പറേറ്റ് ആയിട്ട് ഞാനിനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എടുക്കാം. പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ, ചായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് കഴിച്ച് ഇതെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ എത്ര സമയം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കണം, നോമ്പും പിടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റത്തെ നോമ്പും കൂടെ ആയതുകൊണ്ട് ഒട്ടും കുറച്ചുമില്ല, എല്ലാം അടിപൊളിയാക്കി. പിന്നെ നോമ്പ് തീരുന്നതിൻ്റെ ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം നോമ്പായിരുന്നപ്പം ഒരു പ്രത്യേക രസമായിരുന്നു. തറാവീഹ് നിസ്കരിക്കാൻ പോകുന്നതും പിന്നെ നോമ്പ് തുറന്ന് ഓടി പോകുന്നതും പിന്നെ അത് കഴിഞ്ഞ് വന്ന് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് ഇവിടെ ലാസ്റ്റത്തെ 10 നമസ്കാരം ഉണ്ടായിരുന്നു, തഹജ്ജുദ് നമസ്കാരം. അപ്പോൾ അതും എല്ലാം ഒരു പ്രത്യേക ഒരു ഭംഗി, ഒരു രസമായിരുന്നു. അപ്പോൾ അതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു 10 ആയപ്പം നല്ല വിഷമവും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഈ സ്നാക്സൊക്കെ വൈകിട്ട് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഒരു മിസ്സിങ് ആണല്ലോ. അപ്പം അങ്ങനെ എനിക്ക് പറ്റിയതൊക്കെ പോലെ ഞാനെല്ലാം റെഡിയാക്കി എല്ലാം വെച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വില്ലകളിൽ തന്നെ അവർ ഇത് പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. കാരണം നാളെ പെരുന്നാളിൻ്റെ ആ ഒരു ഇത് അങ്ങനെ. പിന്നെ ഞാൻ വിചാരിച്ചു പത്തിരിയെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചു. പത്തിരിയെല്ലാം ഇനി ഞാൻ പരത്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ മാറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് പരത്താറുണ്ട്, ഈ പ്രസ്സിലും പരത്താറുണ്ട്. നേരത്തെ ഞാൻ മാറ്റിലാണ് പരത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പ്രസ്സിൽ എങ്ങനെയാണ് പരത്തുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിങ്ങനെ വെച്ചിട്ട് ഇതേപോലെയാണ് പ്രസ്സിൽ പരത്താറ്. പ്രസ്സിൽ പരത്തുമ്പം വട്ടം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. മറ്റേതിൽ എനിക്ക് വട്ടം കറക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം, സർക്കിളായിട്ടുള്ള പാത്രം എടുത്തിട്ട് ഞാനത് കട്ട് ചെയ്ത് വെക്കലാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ സർക്കിളായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഇങ്ങനെ അല്ലാതെ പരത്താൻ സമയമില്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ്സിൽ വേഗം പരത്തിയെടുക്കുകയാണ്. സമയമില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളല്ലാതെ ഇങ്ങനെ പരത്തുന്നതാണ്, ഈ മാറ്റിൽ വെച്ചിട്ട്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഞാൻ വേഗം ഇങ്ങനെ പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്, പ്രസ്സിൽ തന്നെ പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്
അങ്ങനെ ട്രൈ ചെയ്യണം. അപ്പോൾ കുറേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാളത്തേക്ക് ഉള്ളത് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. ഞാനിത് ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് നാളെ നമുക്ക് അതൊന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ചുട്ടെടുത്താലും മതി. അപ്പം അതുകൊണ്ട് തന്നെ എളുപ്പമുണ്ട് നമുക്ക്. ഇത്രയും ഉണ്ടായിരുന്നു പത്തിരി, അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ ഇത് അപ്പത്തിൻ്റെ മാവാണ്, അതും റെഡിയാക്കി വെച്ചു. അത് ഇങ്ങനെ ഉണ്ട്, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തേക്കാണ് നല്ലതായിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാം പാകത്തിനായി. അപ്പം ഞാനിത് ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പാണല്ലോ. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോമ്പ് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമ്പ് കഞ്ഞിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാതെയാണെന്ന് തോന്നുന്നു ഞാനിത് വീഡിയോ എടുത്തത്. തേങ്ങാപ്പാൽ ഇത് കഴിഞ്ഞിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇനി അപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് മാവ് ഒഴിച്ചപ്പം ഒന്ന് ചുട്ടെടുക്കാം. അപ്പം മൊത്തത്തിൽ ഭയങ്കര ബിസിയായിരുന്നു ഞാൻ. ക്ലീനിങ്ങും പിന്നെ കുക്കിങ്ങും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല തിരക്കാവില്ലേ, അങ്ങനെ ഫുള്ള് ബിസിയായിരുന്നു. ഇനി ഇത് നന്നായിട്ട് ചുട്ടെടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. തീ കുറച്ചും വെക്കാം നമുക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല തീ ആയിക്കഴിഞ്ഞാൽ അപ്പം കരിഞ്ഞു പോകും. അപ്പോൾ എനിക്ക് മുരിഞ്ഞ് കിട്ടുക വേണം, എന്നാൽ കരിയാനും പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് എനിക്കപ്പം ഇഷ്ടം. ഇങ്ങനെ അല്ലാതെ പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിലും മൊരിയണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തന്നെ എടുക്കുകയാണ്. എനിക്ക് നന്നായിട്ട് മൊരിയണം. ഇത്രയും മൊരിഞ്ഞാൽ പോരാ, കുറച്ചുകൂടി ഒരു ഹാർഡാവണം ആ സൈഡിലൊക്കെ. പിന്നെ നടുക്ക് എനിക്ക് ഒരുപാട് ഇങ്ങനെ ഹാർഡായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ നല്ല സോഫ്റ്റാണ് ഈ അപ്പം. നമുക്ക് കറിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കുതിർന്ന് അതിൽ കഴിക്കാൻ പറ്റും. അങ്ങനെ അടുത്തൊരു ടെസ്റ്ററിലാണ് നല്ല അപ്പം കിട്ടും. അപ്പം നമുക്ക് ബാക്കിയുള്ള അപ്പം ചുട്ടെടുത്ത് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും ഞാൻ പറഞ്ഞിട്ടില്ല, എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ മസാലയും കാര്യങ്ങളും ഒക്കെ സെയിം ആയിരിക്കും. പക്ഷേ ടേസ്റ്റ് എല്ലാ പ്രാവശ്യം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനോ ഇതിനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്നുള്ള ഇതിൽ പെരുന്നാളിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് റോഡിലൊക്കെ ആ ഒരു ഇത് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് ഇറങ്ങുകയാണ്. ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഫയർ വർക്ക്സും കാര്യങ്ങളൊന്നും കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല പെരുന്നാളിൻ്റെ അന്ന്. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ ഒരു ഇതാണ്, നൈറ്റാണ്. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. നിസ്കാരങ്ങൾ പിന്നെ തറാവീഹില്ലല്ലോ ഇന്ന്. അപ്പം അല്ലാതെയുള്ള നിസ്കാരങ്ങളും കാര്യങ്ങളും ജോലികളും എല്ലാം തീർത്തിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം സാധാരണ ഇതിനെക്കാട്ടിലും തിരക്കാണ് കേട്ടോ റോഡിൽ. പെരുന്നാളിൻ്റെ തലേന്ന് കടകളിലൊക്കെ തിരക്കാണ്. ഇതിപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇതിന് ഇത്രയും സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല രസമല്ലേ. സത്യം പറഞ്ഞാൽ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നും. റോഡിലെല്ലാം ലൈറ്റ്സ് വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് നമ്മൾ എവിടെ ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങ് തിരിച്ചു വന്നു, അത്രേ ഉള്ളായിരുന്നു. അപ്പം നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ഇത് ഇത്രയും ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് കണ്ട് നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തെ പ്രിപ്പറേഷൻസൊക്കെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാനിതാക്കുന്നത്. പള്ളിയിൽ പോകുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം രാവിലെ തന്നെ പോകണമല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുകയാണ്, സേമിയ പായസം. ഞാൻ സേമിയയുടെ മിക്സ് വാങ്ങിയിട്ട് പാലിലൊഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഈസിയാണല്ലോ. നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്, കാരണം ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് നമുക്കിതൊന്നും പറ്റില്ല. പിന്നെ അപ്പം ബാക്കി കുറച്ച് രാവിലത്തേക്ക് ചൂടാനുണ്ടായിരുന്നു. പിന്നെ ബീഫ് ബിരിയാണി ആയിരുന്നു ഞാൻ വെച്ചത്.
അത് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ സാലഡും പപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈദ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫയർ വർക്സിനൊന്നും പുറത്തൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നിടം വരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ സീ യു. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.